കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 6ാം ദിവസവും മരുന്നുക്ഷാമം അതിരൂക്ഷമായി തുടരുമ്പോൾ നടപടിയെടുക്കാതെ ആരോഗ്യവകുപ്പ്. 140 കോടി ഉടൻ അനുവദിക്കുമെന്ന് അനൌദ്യോഗിക വിവരമുണ്ടെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് വെറും 10 കോടി രൂപ മാത്രമാണ് ലഭിക്കുക. 75 കോടി കുടിശ്ശിക വന്നതോടെ മരുന്ന് കമ്പനികൾ വിതരണം നിർത്തിയതാണ് പ്രതിസന്ധിയായത്. വൃക്ക രോഗികളിൽ ഡയാലിസിസ് ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്ന് വ്യാഴാഴ്ച വൈകിട്ടോടെ പൂർണ്ണമായും തീർന്നു. ഇതോടെ ഇന്നു മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് ചികിത്സ മുടങ്ങും. നൂറുകണക്കിന് രോഗികളാണ് ദിവസേന മെഡിക്കൽ കോളേജിൽ ഡയാലിസിസിന് വിധേയരാകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസിന്റെ മരുന്നുകളും എക്യുപ്മെന്റ്സുകളും കിട്ടാക്കനിയായിരിക്കും. അതുകൊണ്ട് ഡയാലിസിസ് രോഗികൾക്ക് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അവർ പൂർണ്ണമായിട്ടും സ്വകാര്യ കടകളിൽ പോയി പർച്ചേസ് ചെയ്തിട്ടാണ് ഇവിടെ ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഈ കുടിശ്ശിക കൊടുത്തു തീർത്ത് മരുന്ന് നേരത്തെ ഉള്ളതുപോലെ തന്നെ സുഖമായ നടത്തിപ്പ് മരുന്ന് കൊണ്ടുവരാനുള്ളതാണ് അത് പ്രത്യക്ഷ സമരവുമായി ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ സമരം നടത്തും. അവശ്യ മരുന്നുകൾ, ജീവൻ രക്ഷാ മരുന്നുകൾ, ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾക്കുള്ള വില കൂടിയ മരുന്നുകൾ എന്നിവയും കിട്ടാനില്ല. ജില്ലാ കലക്ടർ, ആരോഗ്യവകുപ്പ് മന്ത്രി എന്നിവർക്ക് പുറമെ ആരോഗ്യ ഏജൻസി എക്സിക്യൂട്ടീവ് ഡയറക്ടർക്കും സൂപ്രണ്ട് കത്തയച്ചിട്ടുണ്ടെങ്കിലും ഒരു നടപടിയുമായില്ല. മാർച്ച് 10 മുതൽ മരുന്ന് വിതരണം നിർത്തുമെന്ന് ഏജൻസികൾ നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കാണാതിരുന്നതാണ് കാര്യങ്ങൾ ഗുരുതരമാക്കിയത്. റിപ്പോർട്ടർ, കോഴിക്കോട്.